എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് ഒരു വിഷയം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയിട്ടുള്ളത്. ഈ കാഴ്ചകൾ നിങ്ങൾ കാണണം. നമ്മുടെ ചുറ്റുപാടുകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുക, എന്തും വലിച്ചെറിയുക, ആരാണ് ചോദിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹം എത്തുന്ന ഒരു കാഴ്ചയുമുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കി വെക്കാനുള്ള ഉത്തരവാദിത്തം ഭരണ സംവിധാനത്തോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനുമുണ്ട് എന്ന കാര്യം പലപ്പോഴായി പറഞ്ഞൊരു മാധ്യമമാണ് പച്ചവെളിച്ചം. നിങ്ങളിത് കാണുക. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഈ സ്ഥലത്ത് നിന്ന് നിരവധി മാലിന്യങ്ങളാണ് ഈ താൽക്കാലികമായിട്ട് ഈ പ്രവൃത്തി, മഴക്കാല ശുചീകരണ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നഗരസഭ ഏർപ്പാടാക്കിയിട്ടുള്ള ഈ ഹരിതസേനയുമായി ബന്ധപ്പെട്ടവര് ഇവിടുന്ന് നിങ്ങൾ കാണുക. ഈ വെള്ളത്തിലേക്കൊക്കെ വലിച്ചെറിഞ്ഞ ഈ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ കയ്യിലുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ എടുത്ത് ഇവിടെ വെക്കുന്ന ഒരു കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചെത്തിയിട്ടുള്ളത്. നിങ്ങൾ കാണുക. ഈ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ എല്ലാ മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ വെള്ളമൊക്കെ വളരെ അധികം എന്ന് പറഞ്ഞാൽ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. കാരണം ദൂരല്ലാണ് ഇത്. കണ്ടില്ല നിങ്ങൾ, കുപ്പികളൊക്കെ കണ്ടോ നിങ്ങൾ? ദൂരമാണ് ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. ഒരുപാട് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ എത്ര പറഞ്ഞാലാണ് ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിയുക എന്ന കാര്യം നമ്മൾ കാണണം. നഗരസഭ പിന്നെ ഒരുപാട് വിമർശനത്തോടു കൂടിയിട്ട് നഗരസഭയെ സമീപിക്കുന്ന ഒരു മാധ്യമമാണ് പച്ചവെളിച്ചം. പറയേണ്ടത് മുഖം നോക്കാതെ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ പറയാറുണ്ട്, ഈ മാലിന്യ സംസ്കരണം ഒരു ഭരണ സംവിധാനം മാത്രം വിചാരിച്ചാൽ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. അതിനോട് സഹകരിക്കാൻ നമ്മുടെ സമൂഹവും തയ്യാറാവണം. എന്നാൽ രാവിലെ ഒക്കെ നടക്കാൻ പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഈ മാലിന്യങ്ങൾ ശേഖരിച്ചിട്ട് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ തള്ളുന്ന മാഫിയകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ അത്തരക്കാരെ കയ്യിൽ കിട്ടിയാൽ നിയമപരമായും അതുപോലെ തന്നെ കായികപരമായും നേരിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. എല്ലാവരും നമ്മുടെ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി കഴിയൂ. നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് മഴക്കാലത്തൊക്കെ നമ്മുടെ പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നു, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ കാരണം എന്താണ്? നമ്മളുടെ ആളുകളുടെ ഇത്തരം ധിക്കാരപരമായ സമീപനങ്ങളാണ്. എന്തും എവിടെയും വലിച്ചെറിയാം, ആരാ ചോദിക്കാൻ എന്നുള്ള നില നമ്മുടെ പൊതു സമൂഹത്തിലെ ചിലർക്കുണ്ട്. അത്തരക്കാരെ കൃത്യമായി നേരിടാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് തയ്യാറാവണം. ഇത്തരം പ്രവർത്തികൾ നിരന്തരമായിട്ട് വിമർശിക്കുന്നു എന്ന ഒരു പരാതിയുണ്ട്. നഗരസഭയെ വിമർശിക്കുന്നു എന്ന പരാതിയുണ്ട്. വിമർശിക്കേണ്ടത് വിമർശിക്കുക തന്നെ ചെയ്യും. ആർക്ക് എന്ത് തോന്നിയാൽ അത് തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇത്തരം സാഹസികമായ പ്രവൃത്തി നടത്തിയിട്ട് നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന നഗരസഭയെ ആ അർത്ഥത്തിൽ പിന്തുണക്കാനും പച്ചവെളിച്ചം തയ്യാറാവുന്നു. ഈ കാഴ്ച നമ്മുടെ സമൂഹം ഒന്ന് മനസ്സിരുത്തി കാണണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇതിന്റെ അകത്തൊക്കെ കണ്ടില്ല, മദ്യക്കുപ്പികൾ അപ്പുറത്താണ് ബീവറേജ്, അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് ആളുകൾ മദ്യമൊക്കെ കഴിച്ച് മതിച്ച് ഉല്ലസിക്കുന്ന ഒരു കാഴ്ച ഈ റോഡ് സൈഡുകളിൽ നമുക്ക് വന്നാൽ കാണാൻ വേണ്ടി കഴിയും. പോലീസ് സംവിധാനങ്ങൾ വെറുതെ ഒന്ന് റോന്തൊക്കെ ചുറ്റാൻ വേണ്ടി ഇവിടെ വരുമെന്നല്ലാതെ അവര് ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ വേണ്ടി തയ്യാറാവുന്നില്ല പോലീസുകാർ എന്ന കാര്യവും നമ്മൾക്കറിയാം. അതുകൊണ്ട് ഈ വിഷയത്തില് ഈ മഴക്കാല ശുചീകരണ പ്രവൃത്തി പയ്യന്നൂർ നഗരസഭയിൽ നടക്കുന്നുണ്ട് എന്ന ഒരു വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് പച്ചവെളിച്ചം ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനം നടത്തുന്ന നഗരസഭയെ അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. നമ്മുടെ നഗരം വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭരണ സംവിധാനത്തിന് മാത്രമല്ല, അത് ധാർമ്മികമായിട്ടും അതുപോലെ നിയമപരമായിട്ടും അത്തരം ഉത്തരവാദിത്തം പൊതുസമൂഹത്തിനുമുണ്ട് എന്ന് പറയാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.